വരമ്പത്തുകൂടി നടക്കണ പോലെയായി. അമ്മാവാ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ പണി? ഈ പുതിയ റോഡ് ഏതാണ്? ഈ റോഡെന്ന് പറഞ്ഞ് ഇതാണ് പുതിയ റോഡ്. കളിയാക്കല്ലേ അമ്മാവ, ഇത് കുണ്ടും കുഴിയല്ലേ? ഓനെ ഇതാണ് പുതിയ റോഡ്. ഈ റോഡ് പണിയാന്നും പറഞ്ഞ് അവര് ഞങ്ങളുടെ ഇന്ന് ഓട്ടൊക്കെ മേടിച്ച് അന്ന് ഞങ്ങള് നാട്ടുകാരിട്ട പേരാണ് പുതിയ റോഡ്. 10 കൊല്ലം കഴിഞ്ഞ് ഇതുവരെ പണിതിട്ടില്ല. ഒരു വള്ളക്കാരനുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച വരെയും വള്ളത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നത്. അതവിടെ വെള്ളം അടിച്ചു കിടപ്പുണ്ട്. അവന് വെള്ളം അല്ലെങ്കിൽ വെള്ളം, വെള്ളം അല്ലെങ്കിൽ വെള്ളം. അപ്പൊ ഇതിപ്പോ ഇനി പണിയൂലേ? ഇത് പണിയാന്നും പറഞ്ഞിട്ട് ഇതുവരെ പണിതിട്ടില്ല. പണിതത് മുഴുവൻ ഞങ്ങൾക്കെട്ടാ. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അറിയണത്. എനിക്കാണെങ്കിൽ ടൗൺ വരെ ഒന്ന് പോവുകയും വേണം. അയ്യോ, അങ്ങോട്ട് പോകാം അമ്മാവാ. അവിടെ ഇപ്പൊ ഒരാൾ ഒഴി വീണിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. എന്നാ പിന്നെ അടുത്ത കൊല്ലം പോവാം. അതായിരിക്കും നല്ലത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടഞ്ചിറപ്പടി നിലയ്ക്കപ്പള്ളി റോഡിലാണ്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തത്. വഴിപ്പണി ആരംഭിക്കാന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തതാണ്. ഇന്ന് സെപ്റ്റംബർ 15, ഒരു മാസം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ പണിയൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോഴത്തേന് ഇത് റിവിഷന് പോയിരിക്കുകയെന്ന് അറിഞ്ഞു. അപ്പം നമുക്ക് ആദ്യം ഈ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഏകദേശം 3/4 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡാണ് നിലയ്ക്കപ്പള്ളി കുട്ടഞ്ചിറപ്പടി റോഡ്. ഇത് തകർന്നു കിടന്ന് ഒരുപാട് പരാതികളും എല്ലാം ഒരുപാട് ആക്ഷേപങ്ങൾ ഈ റോഡിനെ പറ്റി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ റോഡിനെ പറ്റിയാണ്. ഇപ്പം പഞ്ചായത്ത് ഭരണസമിതി 2 ഘട്ടമായിട്ട് ഈ റോഡിന് 12, 7, 19 ലക്ഷം രൂപയോളം മുടക്കി നിലയ്ക്കപ്പള്ളിയുടെ അവിടം തൊട്ട് പഞ്ചായത്ത് ഓഫീസിന് മുൻവശം വരെ നന്നാക്കി. എന്നാൽ താഴോട്ടുള്ള ഈ ഭാഗങ്ങൾ ഏറെക്കുറെ ഒരു 500 മീറ്റർ അത്രയും വരുന്ന റോഡാണ്. ബാക്കി തകർന്നു കിടക്കുന്ന റോഡിന് ഫണ്ട് കണ്ടെത്താൻ പഞ്ചായത്ത് ഭരണസമിതി ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചത്. ആ സമയത്ത് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനും പഞ്ചായത്ത് ഭരണസമിതിയും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ 40 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ റോഡിന് വേണ്ടി അനുവദിച്ചത്. പിന്നീട് ഈ റോഡിന് ടെൻഡർ എടുക്കാൻ പോലും ആൾക്കാരില്ലാതെ വന്നു. അങ്ങനെയാണ് ഒരാൾ ഈ റോഡിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തപ്പോഴത്തേന് ഉടനടി റോഡ് തീരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പുതുപ്പള്ളി നിവാസികൾ മുഴുവന്. എന്നാൽ റോഡിന്റെ പണി ആരംഭിച്ചു. പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള അറിയിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. പുതുപ്പള്ളി റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പുതുപ്പള്ളി നിലയ്ക്കപ്പള്ളി കുട്ടഞ്ചിറപ്പടി റോഡ് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തെ റോഡ് ഓഗസ്റ്റ് 13 മുതൽ 40 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചതായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചുകൊള്ളുന്നു. അതും പ്രകാരം ഇപ്പോൾ 30 ദിവസം പിന്നിട്ടു. ഇനിയും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും റിവിഷന് പോയിരിക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതിനെപ്പറ്റി നമ്മുടെ പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ തന്നെ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. നമുക്കതൊന്ന് കേൾക്കാം. എല്ലാ റോഡും നശിച്ചു കിടക്കും. എനിക്കല്ല ഉത്തരവാദിത്വം. പാമ്പാടി, വാകത്താനം, പുതുപ്പള്ളി ഈ 3 പഞ്ചായത്തുകൾക്കാണ് ഉത്തരവാദിത്വം. കാരണം അവരെ എഴുതി വെച്ചു ജൽജീവന് വേണ്ടി പൊളിച്ച റോഡുകൾ അവര് തന്നെ നന്നാക്കുമെന്ന്. അവര് നന്നാക്കുമെന്ന് പറഞ്ഞവർ നന്നാക്കാതെ ഇട്ടിരിക്കുക. എന്തുകൊണ്ടാ? അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എന്റെ തലയെ വെക്കാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പരമാവധി ഫണ്ട് അനുവദിക്കാൻ പറ്റും. ഈ നമ്മുടെ 8 പഞ്ചായത്തിലൂടെ എത്ര ഫണ്ട് അനുവദിക്കാൻ പറ്റും? ഒരു MLAക്ക് എത്ര രൂപയാണ് ഉള്ളത്? അപ്പൊ പ്രാക്ടിക്കൽ അല്ല എന്ന് അവർക്കും അറിയാം. അവര് രാഷ്ട്രീയ വൈരാഗ്യം, ആ രാഷ്ട്രീയ വൈരാഗ്യം പുതുപ്പള്ളിയോട് തീർത്തുകൊണ്ടിരിക്കുക. പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഇങ്ങനെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ്, ആ റോഡിന് 40 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം അനുവദിച്ചതാണ്. ആ 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. ഒരു മാസം മുമ്പ് ഞാൻ കോൺട്രാക്ടറെ വിളിച്ചു. കോൺട്രാക്ടർ പറഞ്ഞു വെള്ളം പൊങ്ങി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു ആ വഴി അന്ന് ഞാൻ പോയി. കാൽ പാദത്തിന് അത്രയേ ഉള്ളൂ വെള്ളം. ഞാൻ ചോദിച്ചു സാറേ ഇവിടെ കാൽപാദത്തിന് അത്രേ ഉള്ളല്ലോ വെള്ളം പൊക്കം എവിടെയാ? ഇപ്പൊ തുടങ്ങുമെന്ന് പറഞ്ഞു. ഒരു മാസം മുമ്പ് ഞാൻ ഇന്നലെ വിളിച്ചു. പഞ്ചായത്തിന്റെ വിളിച്ചു. റിവിഷന് പോയിരിക്കുക. ഇന്നലെ തുടങ്ങുമെന്ന് പറഞ്ഞത് ഇപ്പൊ റിവിഷന് പോയിരിക്കുക. ഒരു മാസം മുമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ തുടങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ റിവിഷന് പോയിരിക്കുന്നു. അപ്പൊ എന്താ ഉദ്ദേശം മനസ്സിലായിട്ടു? ആ റോഡ് അങ്ങനെ തന്നെ കിടക്കും. വില്ലേജ് ഓഫീസിനാരും പറയേ വേണ്ട, അതങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് അങ്ങനെ. പാമ്പാടി ബസ് സ്റ്റാൻഡ് കാര്യം അത് തന്നെ. ഞാൻ 40 ലക്ഷം രൂപ മാറ്റി വെച്ചു, ഉപയോഗിച്ചിട്ടില്ല. റോഡുകളുടെ കാര്യത്തിൽ നമുക്ക് പരിമിതിയുണ്ട്. പക്ഷെ ഞാൻ ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ ഒരു ജനകീയ സമിതി ഉണ്ടാക്കും.
ഞാനതാണ് എല്ലാ പഞ്ചായത്തോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്. റോഡുകൾ പ്രശ്നമുള്ള റോഡുകളിൽ ജനകീയ സമിതി ഉണ്ടാക്കുക. MLA നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ആ റോഡ് നന്നാക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ലെങ്കിൽ, സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആ റോഡ് ജനങ്ങൾ MLA ചേർന്നുകൊണ്ട് ആ റോഡ് നന്നാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം റോഡുകൾ അനിവാര്യമാണ്. എന്നെ കൊണ്ട് ചെയ്യുന്ന ഒരു പരിമിതിയുണ്ട്. എന്റെ ഫണ്ട്, ആ ഫണ്ട് തീരുന്നിടത്ത് അവിടെയാണ് നിങ്ങളുടെ ഒരു സഹായം ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത്. ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ജനങ്ങൾ ചേർന്ന് MLA ചേർന്നുകൊണ്ട് നമുക്ക് അവിടെ റോഡ് നന്നാക്കാം. MLA വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും. പഞ്ചായത്ത് ഓഫീസ് മുതൽ കുട്ടഞ്ചിറപ്പടി വരെ ഏകദേശം 500 മീറ്റർ വരുന്ന ഈ റോഡില് താഴെവശം മുഴുവന് വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. അതുമൂലമാണ് ഈ റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് വന്നത്. എന്നാൽ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഓടകളുണ്ട്, അതൊക്കെ മൂടിയ അവസ്ഥയിലാണ്. ഓടകളുടെ പുനരുദ്ധാരണവും റോഡും നല്ല രീതിയിൽ പൊങ്ങിയെങ്കിൽ മാത്രമേ ഈ റോഡിന്റെ മുന്നോട്ടുള്ള ഭാവി നല്ല രീതിയിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് പൈസ മുടക്കാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റോഡ് പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ റോഡ് വഴി ഭാരവണ്ടികൾ, ടോറസ് ഒക്കെ പൊക്കോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ റോഡിന് നല്ലപോലെ ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് എഞ്ചിനീയർക്ക് തോന്നിയത്. അതും പ്രകാരം റോഡിൽ ഏരി അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനുവേണ്ടി തെങ്ങുമുട്ടൊക്കെ വെച്ചാണ് ഏരി അടിക്കുക ഉണ്ടാകുന്നത്. അതിനുശേഷം റോഡ് നല്ലപോലെ ബലപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പണികൾ ആരംഭിക്കുന്നത്. ഇവിടെ ഈ റോഡിന്റെ വലതുവശത്ത് കാട് പിടിച്ചു കിടക്കുന്നത് ഒരു ഓടയാണ്, അതൊക്കെ അടഞ്ഞു പോയിരിക്കുകയാണ്. ഇതിനിവിടെ തെങ്ങിമുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കണ്ടത്തിന്റെ ഭാഗം നല്ലപോലെ ബലപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ഈ സൈഡിന്റെ പണികളൊക്കെ തുടങ്ങി വന്നതാണ്. ഇതിനിയിപ്പം എത്ര നാളെടുക്കുമെന്നുള്ളതിനെ പറ്റി ആർക്കും യാതൊരു അറിവുമില്ല. ഇതിനിയും ഫണ്ട് കൂടുതലായിട്ട് വരേണ്ടതുണ്ട്. ഈ വലതുവശത്ത് ഈ കാട് പിടിച്ച സ്ഥലം മുഴുവൻ ഓടയാണ്. ഇവിടെ നിന്നോട്ട് പോകുമ്പോഴത്തേന് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ, ഈ വഴിപ്പണി തീരുമ്പോഴത്തേന് ഏറ്റവും വലിയ തടസ്സമായിട്ട് വരുന്നത് ഈ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അതൊക്കെ ഉണ്ടായില്ലെങ്കിൽ മുന്നോട്ട് ഏതെങ്കിലും വണ്ടി വന്ന് ഇതിൻ്റെ കുണ്ടേ വന്ന് കയറും. കാരണം ഇത് റോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒന്നാമത് ഇവിടെ റോഡിന് വീതി കുറവാണ്. അതുപോലെ ഇവിടെ ഒരു കലുങ്ക് അപകടാവസ്ഥയിലായിട്ടുണ്ട്. അതിനിട്ടൊന്നും തൊട്ടിട്ട് പോലുമില്ല. നിങ്ങൾക്കളെ ഞാൻ കാണിക്കാം. ഇവിടെയാണ്, ഇവിടെ ഇതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ ഈ ഭാഗങ്ങൾ? ഇവിടെ എല്ലാം നല്ല രീതിയിൽ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ റോഡ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ റോഡ് വന്നാൽ നല്ല രീതിയിൽ പണിതാൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം എന്ന് പറയുന്നത്, ഒരുപാട് തിരക്കുകളിൽ പെടാതെ ഇരവിനല്ലൂർ റോഡിലേക്കും പുതുപ്പള്ളി പള്ളിയിലേക്കും പുതുപ്പള്ളി പള്ളിയുടെ റാസ വരുന്ന സമയത്തും എല്ലാം നമുക്ക് അത്യാവശ്യം പുതുപ്പള്ളിക്കവലയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി കോട്ടയത്തിന് വരെ സഞ്ചരിക്കാം. കാരണം അങ്ങാടിയിൽ നിന്ന് ഒരു പുതിയ ബൈപ്പാസ് റോഡുണ്ട്, അതുവഴിയെങ്കിലും നമുക്ക് കോട്ടയത്തേക്കെങ്കിലും കവലയിലെ ബ്ലോക്കിൽ പെടാതെ സഞ്ചരിക്കാം. അങ്ങനെ ജനങ്ങൾക്ക് ഏറെക്കുറെ 5 വർഷക്കാലമായിട്ട് ജനങ്ങൾ ഈ ദുരിതത്തിൽ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കും എന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ. പക്ഷേ ഇത് വീണ്ടും പഴയ പടിയിൽ തന്നെ വരികയാണ്. അതുപോലെ പുതുപ്പള്ളി കവലയിൽ നിന്ന് വരുന്ന മുഴുവൻ മാലിന്യ വേസ്റ്റുകൾ, ഹോട്ടലുകളിൽ നിന്നും എല്ലാം വരുന്ന വേസ്റ്റ് ഇവിടെ ഈ ഓട വഴിയാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അവിടെ അതിന് സ്ലാബുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗം. ഇത് റോഡിലോട്ട് തള്ളി തന്നെയാണ് നിൽക്കുന്നത്. അതിനിട്ടൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇനിയിപ്പം കാണാൻ പോകുന്നത് നിങ്ങൾ ഈ കലിങ്കിൻ്റെ അവിടെ ഇതിലെയാണ് ഈ പുതുപ്പള്ളി കവലയിൽ നിന്നുള്ള മാലിന്യവെള്ളം മുഴുവൻ വരുന്നത് ഈ കലിങ്ക് വഴിയാണ്. ഈ കലിങ്കിൻ്റെ അടിവശവും മുഴുവൻ മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ്. അവിടെ ബ്ലോക്കായി തന്നെ നിൽക്കുകയാണ്. ഇവിടെ നല്ലപോലെ ഒറ്റ മഴ പെയ്യുമ്പം ഈ പരിസരം മുഴുവൻ മുങ്ങിപ്പോവുകയാണ്. അപ്പം നല്ല രീതിയിൽ ഓടകൾ തീർത്തില്ലെങ്കിൽ വീണ്ടും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ റോഡിൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾ കാണാം, റാവു സാഹിബ് OM ചെറിയാൻ റോഡെന്നാണ്. നിലയ്ക്കപ്പള്ളിപ്പടി കുട്ടഞ്ചിറപ്പടി റോഡ്. ഏകദേശം 360 മീറ്റർ നീളമുള്ള ഈ റോഡിന് 6 മീറ്റർ വീതി. പുതുപ്പള്ളി കവലയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇവിടുന്ന് രണ്ടായിട്ട് തിരികെയാണ്. ഒന്ന് ഈ റോഡ് ഇതിലെ വലത്തോട്ട് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയെ കയറി പോകുന്നുണ്ട്. ഇടത്തോട്ട് ചെറിയൊരു റോഡുണ്ട്, അതുവഴിയും പോകുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതുവഴിയാണ്. ഇത് പുതുപ്പള്ളി കൊടൂരാറ്റിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്.
ഒറ്റ മഴ പെയ്യുമ്പോഴത്തേന് ഇവിടെ മുങ്ങുന്ന ഒരവസ്ഥയാണ്. ഈ വീട്ടിൽ പല പ്രാവശ്യം ഇത് മുണ്ടകത്തിലെ വീടാണ്. ഈ വീട്ടിൽ ഓരോ മഴ പെയ്യുമ്പോഴും വെള്ളം കയറുന്ന വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ പലവട്ടം കാണിച്ചിട്ടുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഈ റോഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകും. റോഡ് നല്ലപോലെ മണ്ണിട്ട് ഉയർത്തിയതിന് ശേഷം മാത്രമേ ഇവിടുത്തെ ഗതാഗതം തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇത്ര 40 ലക്ഷം രൂപ മുടക്കുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവും ഇല്ലാത്ത രീതിയിലേക്ക് പോകും. പുതുപ്പള്ളി ജനങ്ങൾ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടും. അതുപോലെ തന്നെ ഈ റോഡിലൊരു പ്രധാന പ്രശ്നം കൂടെയുണ്ട്. ഇതിലെയാണ് ഒരുപാട് വർഷം പഴക്കമുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊക്കോണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ നടുഭാഗത്തോടു കൂടിയാണ് പോയിരിക്കുന്നത്. അതിനൊക്കെ എത്രയോ വർഷം പഴക്കമുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ വാർഡിലെ മെമ്പർ ജോബി MLA ചാണ്ടി ഉമ്മനെ കൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തായിരുന്നു. റോഡ് പണി നടക്കുകയാണ്, അതിനു മുമ്പായിട്ട് ഇതിൻ്റെ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞ്. നമുക്കറിയാമല്ലോ, വാട്ടർ അതോറിറ്റി ഒരു അപേക്ഷ കൊണ്ട് ചെല്ലുമ്പം തന്നെ ഉടനടി നന്നാക്കുമല്ലോ. അവർ ആ ഭാഗം പോലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അവർ ഇനിയിപ്പം റോഡ് പണി തീർന്ന് ടാറിങ്ങും കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് പണി തുടങ്ങത്തുള്ളൂ. റോഡിൽ വെള്ളവരെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ വാട്ടർ അതോറിറ്റിയുടെ പണികൾ പൂർത്തിയാകത്തുള്ളൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 2 മാസം കൂടെ ഉള്ളൂ. അന്നേരം അടുത്ത ഇലക്ഷൻ വരികയാണ്. ഇനിയും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഭാരവാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഈ ബോർഡ് മാത്രമേ ഉള്ളൂ. ഭാരവാഹനങ്ങൾ മുഴുവൻ ഇതിലെ ഓടുന്നുമുണ്ട്.